യൂണിവേഴ്സിറ്റി ഓഫ് തേർഡ് ഏജ് എന്ന ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ്റെ ഭാഗമായി കോട്ടയം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ U3A കോട്ടയം എന്ന ഘടകം കോട്ടയത്തെ സ്കൂൾ കുട്ടികൾക്കായി 5 ദിവസത്തെ എക്സ്പീരിയൻഷ്യൽ കരിയർ ഗൈഡൻസ് പ്രോഗ്രാം നടത്തുകയുണ്ടായി. പഴയ തലമുറയുടെ അറിവുകളെ പുതിയ തലമുറയിലേക്ക് പകർന്നു കൊടുക്കുന്നതിൻ്റെ ഭാഗമായി ഈ പ്രോഗ്രാം MG യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ യൂണിവേഴ്സിറ്റി അസംബ്ലി ഹാളിൽ വെച്ച് ഉദ്ഘാടനം ചെയ്തു. എല്ലാവർക്കും നമസ്കാരം. അധ്യക്ഷൻ പ്രൊഫസർ ബാബുരാജ്, അതുപോലെ തന്നെ സാബു, ശ്രീ ജെയിംസ് ജോസഫ്, ശ്രീമതി ശോഭന, ശ്രീ മാത്യു, ശ്രീ പ്രകാശൻ, ശ്രീമതി ലീന, ഇവിടെ കൂടിയിരിക്കുന്ന U3A അംഗങ്ങൾ, പ്രിയ വിദ്യാർത്ഥിനികൾ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും യൂണിവേഴ്സിറ്റിയിലേക്ക് സ്വാഗതം. ക്ഷണിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ പ്രത്യേക അഭ്യർത്ഥന എല്ലാ U3A അംഗങ്ങളും U3A ഡയറക്ടർ ടോണി കെ തോമസ് വിദേശയാത്രയിലായതുകൊണ്ട് IUCDS ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ സാബു കേരളം സ്വാഗതം ആശംസിച്ചു. തുടർന്ന് U3A കോട്ടയം അംഗങ്ങളായ ജെയിംസ് ജോസഫ്, G ശോഭന, മാത്യു മാനവികം, P പ്രകാശൻ, പ്രൊഫസർ ജിജി എബ്രഹാം, അഡ്വക്കേറ്റ് സുനിൽ കുമാർ, ഡോക്ടർ ശ്രീകുമാർ D മേനോൻ, CK ലക്ഷ്മണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. പല സ്കൂളുകളിൽ നിന്ന് വന്ന കുട്ടികൾ അവരുടെ ലക്ഷ്യത്തെക്കുറിച്ച് ആ വേദിയിൽ സംസാരിച്ചു. ലീന ലൂക്കോസ് നന്ദി പറഞ്ഞ് യോഗം അവസാനിച്ചു. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം MG യൂണിവേഴ്സിറ്റിയിലെ 6 സ്കൂളുകൾ കുട്ടികൾ സന്ദർശിച്ചു. ഓരോ സ്കൂളുകളിലും പഠിപ്പിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചും ആ വിഷയങ്ങളിലൂടെ അവർക്ക് ലഭിക്കുന്ന ജോലി സാധ്യതകളെക്കുറിച്ചും നേരിട്ട് അവിടുത്തെ അധ്യാപകരോട് ചോദിച്ച് മനസ്സിലാക്കി. 2-3 ദിവസം പ്രവൃത്തി പരിചയത്തിൽ ലൈഫ് സ്കില്ലിൽ പല ട്രെയിനേഴ്സ് അവർക്ക് പരിശീലനം കൊടുത്തു. സാറേ, എല്ലാ അംഗങ്ങൾക്കും ഓരോ ചാൻസ്. നാലാമത്തെ ദിവസം കുട്ടികൾ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സന്ദർശിച്ചു. ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ ഏതൊക്കെ വിഷയങ്ങളാണെന്നും ഈ വിഷയങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കണമെന്നും ഈ വിഷയങ്ങളിലൂടെ എന്തൊക്കെയാണ് തൊഴിൽ സാധ്യതകളെന്നും വളരെ കൃത്യമായി അവിടുത്തെ അധ്യാപകരിൽ നിന്നും കുട്ടികൾ നേരിട്ട് മനസ്സിലാക്കി. അതിനുശേഷം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷനിൽ കുട്ടികൾ സന്ദർശിക്കുകയും മാസ് കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് അവർക്ക് ചേരുന്ന പഠനമായി മാറുന്നതെന്നും അതിലൂടെ ലഭിക്കുന്ന അവസരങ്ങളെക്കുറിച്ചും അവിടുത്തെ അധ്യാപകരിൽ നിന്നും കുട്ടികൾ മനസ്സിലാക്കി. 4-ാം ദിവസം കുട്ടികൾ മെഡിക്കൽ കോളേജ് സന്ദർശിച്ചു. അവിടുത്തെ ഡോക്ടേഴ്സിൽ നിന്നും NSS യൂണിറ്റ് അംഗങ്ങളിൽ നിന്നും അവിടെ പഠിക്കുന്ന കുട്ടികളിൽ നിന്നും ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണമെന്നും എങ്ങനെ ആ കോഴ്സിലേക്ക് എത്താമെന്നും അതിലൂടെ ലഭിക്കുന്ന ജോലി സാധ്യതകളെക്കുറിച്ചും വളരെ വ്യക്തമായി ചോദിച്ച് മനസ്സിലാക്കാൻ അവസരം ലഭിച്ചു. 5-ാം ദിവസം രക്ഷിതാക്കൾക്കായി കരിയർ ഗൈഡൻസ് ക്ലാസ് ഉണ്ടായിരുന്നു. ഈ ക്യാമ്പിൻ്റെ 3 ദിവസത്തെ പ്രവൃത്തി പരിചയം നടന്നത്
കഞ്ഞിക്കുഴി ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ്. യാത്രാ സൗകര്യത്തിനായി അവരുടെ വാഹനവും നമുക്ക് ലഭിച്ചു. 5-ാം ദിവസം ഉച്ച കഴിഞ്ഞ് ഹോളി ഫാമിലി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് സമാപന സമ്മേളനം ജെയിംസ് ജോസഫ് അധികാരത്തിൽ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഹെഡ് മാസ്റ്റർ VM ബിജു അധ്യക്ഷനായിരുന്നു. കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ബെസ്റ്റ് ടീമിനുള്ള സമ്മാനദാനവും നിർവഹിച്ചു. ദേവനാരായണൻ, അടുത്തത് അരുണി മാരുൺ, അഞ്ജന കൃഷ്ണ. അടുത്ത ദിവസം ഞങ്ങൾ MG യൂണിവേഴ്സിറ്റിയിലാണ് പോയത്. അവിടെ വൈസ് ചാൻസലറിനെ, എനിക്ക് തോന്നുന്നു അവിടുത്തെ സ്റ്റുഡൻസിന് പോലും വൈസ് ചാൻസലറിനെ നേരിട്ടങ്ങനെ ഒരു വേദി പങ്കിടാൻ അവസരം കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഈ പ്രായത്തിൽ എനിക്കത് കിട്ടിയതിൽ വളരെ വലിയ സന്തോഷം. ഇതെനിക്ക് സാധിച്ചു തന്ന ബിൽസാറിനും U3 മെമ്പേഴ്സിനും എല്ലാവർക്കും എൻ്റെ ഹൃദയം നല്ല നന്ദി. പിന്നെ അടിപൊളി ക്യാമ്പ് എന്ന് പറയുന്നത് നല്ല കളികളുണ്ട്. ആലോചിച്ച് ബൗൺസിംഗ് ബോളൊക്കെ പാസ് ചെയ്യുക, നമ്മുടെ എയിം പെർഫെക്റ്റ് ആയിട്ട് എയിം ഒക്കെ വെച്ച് നമ്മുടെ ഒരു ബൗളിനകത്ത് പോയിന്റൊക്കെയുള്ള ബൗളിനകത്തൊക്കെ കറക്റ്റ് ചെയ്യുക. അതിന് 50% കിട്ടി. പിന്നെ എന്താ കുറേ ഫ്രണ്ട്സിന് പിന്നെ പുതിയ പുതിയ കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റും. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അംബീഷൻ എന്ന് പറഞ്ഞ കാര്യം എൻ്റെ മനസ്സിൽ ഇല്ലായിരുന്നു. ഞാൻ അവസാനത്തെ ദിവസം യെസ്റ്റർഡേ നമ്മൾ കുറേ സ്ഥലം വിസിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് IIMCയിൽ നല്ലൊരു പാഷൻ അല്ലെങ്കിൽ ഭാവി കണ്ടെത്താൻ പറ്റി. ഞാൻ +2 പഠിക്കുന്നു. സെൻറ് മേരി മലർക്കാടിലാണ് പഠിക്കുന്നത്. ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് 3 പേരെ വന്നുണ്ട്. അത് പെട്ടെന്ന് എല്ലാവരും പരിപാടി ആക്കിയുണ്ട്. പിന്നെ ഞാൻ കരിയർ കൗൺസിലിംഗ് ക്ലാസ്സിൽ ഇങ്ങനെ ഇത്രയും പേരുള്ളതായിട്ട് പോയിട്ടില്ല. അപ്പോൾ ഇതാദ്യമായിട്ടാണ് വരുന്നത്. വന്നപ്പോൾ ഞാൻ അത് മൊത്തം സ്പീച്ചൊക്കെ ആയിരിക്കും, ഇങ്ങനെ എത്ര രസമുള്ള പരിപാടിയൊക്കെ കാണുമെന്ന് ഞാൻ ആലോചിച്ചില്ല. ഇവിടെ വന്ന് സെക്കൻഡ് ഡേ ആയപ്പോഴാണ് നല്ല രസമാണെന്ന് ഓർക്കുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത ദിവസം മുതൽ ക്യാമ്പിൽ വരാൻ എനിക്ക് ഭയങ്കരമായിട്ട് താല്പര്യമൊക്കെ ആയി. പിന്നെ ഇപ്പോൾ 5 ദിവസം ഉള്ളായിരുന്നല്ലോ എന്ന് ഓർത്ത് വിഷമമാകുമായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ വീട്ടിൽ ഇരുന്ന് റിസർച്ച് ചെയ്യുന്നതിനേക്കാളും നല്ലത് നമ്മളിങ്ങനെ ക്യാമ്പിൽ പോയി അവിടെ യൂണിവേഴ്സിറ്റിയും ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ കണ്ട് പരിചയം വന്നിങ്ങനെ നമുക്ക് ഏതാ ഇഷ്ടം എന്നൊക്കെ അവിടെ ചെല്ലുമ്പോഴല്ലേ മനസ്സിലാവുന്നുള്ളൂ. അപ്പം ഇത് മറ്റുള്ള കരിയർ കൗൺസിലിംഗ് പോലെയല്ല. ഇവിടുത്തെ ടീച്ചർമാരും എല്ലാവരും ഇവിടെ കുറേ ഫ്രണ്ട്സൊക്കെ ആയി. അപ്പം നല്ല രസമായിരുന്നു. കൊണ്ടുപോയി എനിക്ക് അറിയാത്ത കാര്യങ്ങളെപ്പറ്റി കുറച്ചും കൂടി അറിയാനും അറിയുന്ന കാര്യങ്ങളെപ്പറ്റി കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് അറിയാൻ പറ്റും. അതൊക്കെ എനിക്ക് കിട്ടിയ വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ അത് ഒരു വലിയ നഷ്ടമായി പോയെന്ന് ഞാൻ ഇപ്പോൾ കരുതുന്നു. താങ്ക് യു. U3 മെമ്പേഴ്സിന് ഒരുപാട് നന്ദിയുണ്ട്. എനിക്കിതിൽ പങ്കെടുക്കാൻ പറ്റിയത് ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്.